ഖത്തറിലെ സമുദ്ര ഗതാഗത മേഖലയിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി രാജ്യത്തെ എല്ലാത്തരം കപ്പലുകൾക്കും ബോട്ടുകൾക്കും സർവീസ് നടത്താൻ അനുമതി നൽകിയതോടെ ഖത്തർ തീരങ്ങളിൽ സമുദ്ര ഗതാഗതം പഴയപടിയായി. ഖത്തറിലെ സമുദ്ര ഗതാഗത മേഖലയിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ പൂർണ്ണമായും നീക്കിയിരിക്കുകയാണ് ഗതാഗത മന്ത്രാലയം. ഇതോടെ രാജ്യത്തെ എല്ലാതരം കപ്പലുകൾക്കും ബോട്ടുകൾക്കും ഞായറാഴ്ച മുതൽ തടസ്സങ്ങളില്ലാതെ സർവീസ് നടത്താൻ അനുമതി നൽകിയിട്ടുണ്ട്. പ്രാദേശിക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് മുൻകരുതൽ നടപടിയെന്നോണം ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. ഇതോടെ വാണിജ്യ കപ്പലുകൾക്കും വിനോദസഞ്ചാര ബോട്ടുകൾക്കും മത്സ്യബന്ധന യാനങ്ങൾക്കും കടലിൽ സഞ്ചരിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീങ്ങി. വിനോദസഞ്ചാര ബോട്ടുകൾ ഉൾപ്പെടെയുള്ള മിക്ക കപ്പലുകൾക്കും രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഗതാഗത മന്ത്രാലയത്തിന്റെ പുതിയ നിർദ്ദേശപ്രകാരം പ്രവർത്തനാനുമതിയുള്ളത്. എന്നാൽ ലൈസൻസുള്ള മീൻപിടുത്ത ബോട്ടുകൾക്ക് ഈ സമയപരിധി ബാധകമല്ല. അവർക്ക് ഏത് സമയത്തും കടലിൽ സർവീസ് നടത്താവുന്നതാണ്. അതേസമയം സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. കപ്പലുകളുടെ സമുദ്രക്ഷമത ഉറപ്പാക്കാനും കൃത്യമായ ആശയവിനിമയ സംവിധാനങ്ങൾ സജ്ജമാക്കാനും എല്ലാ ഓപ്പറേറ്റർമാരും ബാധ്യസ്ഥരാണെന്ന് മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. എല്ലാ കപ്പലുകളിലും ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റവും VHF റേഡിയോയും പ്രവർത്തന സജ്ജമായിരിക്കണം. സമുദ്രഗതാഗതം പൂർണ്ണമായും പുനരാരംഭിക്കുന്നത് ഖത്തറിലെ വ്യാപാര ലോജിസ്റ്റിക് മേഖലയ്ക്ക് വലിയ കരുത്തേകുമെന്നാണ് വിലയിരുത്തൽ. ചരക്കുനീക്കം സുഗമമാകുന്നതോടെ വിപണിയിൽ കൂടുതൽ ഉണർവ് പ്രകടമാകും. അതേസമയം സമുദ്ര സേവന നിരക്കുകളിൽ അന്യായമായ വർധനവ് വരുത്തുന്നതിനെതിരെ മന്ത്രാലയം കർശന നിർദ്ദേശം നൽകി. നിലവിലെ സാഹചര്യം മുതലെടുത്ത് നടത്തുന്ന വാണിജ്യ ചൂഷണങ്ങൾ തടയാൻ കർശന നിരീക്ഷണം ഏർപ്പെടുത്തുമെന്നും സാധാരണ നിലയിലേക്കുള്ള മാറ്റത്തിൽ ഉപഭോക്തൃ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിരിക്കും മുൻഗണനയെന്നും അധികൃതർ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.